കണ്ണൂർ ആറളത്ത് ആനമതിൽ നിർമ്മാണത്തിന്റെ മറവിൽ അനധികൃത മരം മുറിക്കൽ. സർവേയിൽ അടയാളപ്പെടുത്തിയ മരങ്ങൾക്ക് പുറമെ കൂടുതൽ മരങ്ങൾ മുറിച്ചു എന്നാണ് പരാതി. ഫ്ലൈയിംഗ് സ്ക്വാഡ് DFOയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണം തുടങ്ങി. ആറളം പുനരധിവാസ മേഖലയിൽ കാട്ടാനക്കലിയിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞതോടെയാണ് ആനമതിൽ പദ്ധതി നടപ്പാക്കുന്നത്. ആറളം വന്യജീവി സങ്കേതവും പുനരധിവാസ മേഖലയും വേർതിരിക്കുന്ന ആനപ്രതിരോധ മതിൽ നിർമ്മാണത്തിന്റെ മറവിലാണ് അനധികൃത മരംമുറി. വളയഞ്ചാൽ മുതൽ പരിപ്പുതോട് വരെ 10.5 കിലോമീറ്റർ ദൂരത്തിലാണ് ആനമതിൽ നിർമ്മാണം. ഇതിൽ ആദ്യ റീച്ചിലെ 2.5 കിലോമീറ്ററിലെ മരംമുറിയാണ് വിവാദത്തിലായത്. വന്യജീവി സങ്കേതത്തിനകത്തെ മരങ്ങളും സർവേ ലിസ്റ്റ് മറികടന്ന് അനധികൃതമായി മുറിച്ചു. ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO അജിത് കെ രാമന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്ത് സന്ദർശനം നടത്തി. സുഗന്ധഗിരി മരംമുറി വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് നേരത്തെ ലഭിച്ച പരാതിയിൽ പൊടുന്നനെ അന്വേഷണത്തിലേക്ക് കടന്നതെന്നാണ് സൂചന. മുറിച്ച മരങ്ങളുടെ കണക്കെടുപ്പ് തുടങ്ങിയത് സമീപ ദിവസങ്ങളിൽ. സംഭവത്തിൽ നരിക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ആനമതിൽ നിർമ്മിക്കുന്ന ഭാഗത്തെ അതിർത്തി നിർണയിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ DFO കോഴിക്കോട് മിനി സർവേ വിഭാഗത്തിന്റെ സഹായം തേടിയിട്ടുണ്ട്. 24 കണ്ണൂർ.